2024 നവംബർ മാസം 25-ാം തീയതി ഒരു അപ്പീൽ, റിട്ട് അപ്പീൽ 2023/2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ടു. അതിലെ വാദികൾ, ഈ ശിഖണ്ഡി വേഷം കെട്ടിവന്ന വാദികൾ എന്ന് പറയുന്നത് ബോംബെ താനെ SNDP യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ബിനു സുരേന്ദ്രനും അതുപോലെ തന്നെ ആ യൂണിയന്റെ കീഴിലുള്ള പനവേൽ SNDP ശാഖയിലെ അംഗമായ ഒരു സുനിൽ കുമാറുമാണ്. ഇവരുടെ വിലാസങ്ങൾ യഥാക്രമം ശ്രീ ബിനു സുരേന്ദ്രൻ്റേത് ബിനു സുരേന്ദ്രൻ, സൺ ഓഫ് സുരേന്ദ്രൻ, ഫ്ലാറ്റ് നമ്പർ 9, സരിക 4, കലാഷ് ഉദ്യാൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 23, കോപ്പാർ ഖൈറേൻ, മഹാരാഷ്ട്ര. രണ്ടാമത്തെയാളുടെ വിലാസം സുനിൽ കുമാർ S, സൺ ഓഫ് സുകുമാരൻ, ബിൽഡിംഗ് നമ്പർ 2, ഫ്ലാറ്റ് നമ്പർ A201, വിഹിഗാർ, മലാക്ഷ്മി സിറ്റി, ടൈപ്പ് D, ബിൽഡിംഗ് നമ്പർ 2A, വിംഗ് റൂം നമ്പർ 203, വിഹിഗാർ, റായിഗാർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രക്കാരായ 2 പേരാണ് വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശിഖണ്ഡിയുടെ വേഷം കെട്ടി ഇവിടെ റിട്ട് അപ്പീൽ സമർപ്പിക്കുന്നത്. ഇവരുടെ റിട്ട് അപ്പീൽ ഫൈനൽ സ്വീകരിച്ചപ്പോൾ ഇവര് അതിന് ഉന്നയിച്ച ആവശ്യങ്ങള് അതിന് തൊട്ട് മുമ്പ് വന്ന 2022 ജനുവരി മാസം 24-ാം തീയതി എല്ലാവർക്കും വോട്ടവകാശം അനുവദിച്ചുകൊണ്ട് നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ അസ്ഥിരപ്പെടുത്തണമെന്നും സെറ്റ് അസൈഡ് ചെയ്യണമെന്നും പഴയ പോലെ തന്നെ ഉള്ള നിയമപ്രകാരം എല്ലാവർക്കും വോട്ടുന്നതിന് പകരം പ്രതിനിധികൾക്ക് വോട്ടവകാശം എന്ന രീതിയിലേക്ക് പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് അവര് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അവർ മുന്നിലേക്ക് ആദ്യം ഉന്നയിച്ച വിഷയം ഇങ്ങനെ പച്ചയ്ക്ക് എല്ലാവരുടെയും വോട്ടവകാശം നിഷേധിക്കണമെന്നല്ല, മറിച്ച് വളഞ്ഞ വഴിയിലൂടെ അത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. 1964 കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് കേരളത്തിൽ പ്രാവർത്തികമായതുകൊണ്ടാണ്, നിലവിൽ വന്നതുകൊണ്ടാണ് 74 കേന്ദ്ര സർക്കാർ ഓർഡർ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചത്. അപ്പോൾ അതിനകത്ത് ഒരു തർക്കം പിന്നീട് ഉണ്ടായിരുന്നു. 2005 AK ഹരിദാസ് മുതലവർ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ ഒരു പരാതി കൊടുത്തിരുന്നു, ഒരു കേസ്. ആ കേസില് കേന്ദ്ര നിയമമാണോ കേരളത്തിലെ നോൺ ട്രേഡിംഗ് കമ്പനി നിയമമാണോ SNDP യോഗത്തിന് ബാധകം എന്ന വിഷയത്തിൽ തർക്കമുണ്ടാവുകയും 2005 കൊടുത്ത കേസിൽ 2009 ഡൽഹി ഹൈക്കോടതി ഒരു വിധിയുണ്ടായി. അതനുസരിച്ച് ആ ഡൽഹി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ 2 കൂട്ടരെയും, വാദിയെയും എതിർകക്ഷികളെയും ഒരു ഹിയറിംഗിന് ക്ഷണിച്ച് ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് അവരുടെ വാദങ്ങൾ കേട്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കണം, ഏത് നിയമമാണ് ബാധകം എന്ന് തീരുമാനമെടുക്കണമെന്നാണ് ഡൽഹി ഹൈക്കോടതി 2009 വിധിക്കുന്നത്. പക്ഷെ ആ വിധി നാളിതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ആരും ഹിയറിംഗിന് വിളിച്ചില്ല, ഒരു തീരുമാനവും ഉണ്ടായില്ല, അതങ്ങനെ കിടക്കുകയായിരുന്നു. ഈ വിധിയെയാണ് ഈ ശിഖണ്ഡി വേഷം കെട്ടിവന്ന സുനിൽ കുമാറും ബിനു സുരേന്ദ്രനും കൂടി വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി അന്നങ്ങനെ വിധിച്ചിരുന്നു. അത് പക്ഷേ അന്ന് പരിശോധിച്ച തീരുമാനം ഉണ്ടായില്ല. അതുകൊണ്ട് അത് പരിശോധിക്കണമെന്ന ഒന്നാമത്തെ ആവശ്യം, അത് വെച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന ഒരു അപേക്ഷ ആദ്യഘട്ടത്തിൽ വെക്കും. ഒന്നാമതും. രണ്ടാമത്, കേരള നോൺ ട്രേഡിംഗ് കമ്പനി നിയമം കേരളത്തിന് മാത്രമാണ് ബാധകം, കേരളത്തിന് പുറത്ത് അത് ബാധകമല്ല. അതുകൊണ്ട് ബോംബെയിലും ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെയുള്ള കേരളത്തിന് പുറത്തുള്ള യൂണിയനുകൾക്ക് പ്രവർത്തിക്കുന്നതിന് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. മറ്റൊന്ന്, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം പ്രചരിപ്പിക്കേണ്ട ഒന്നല്ല, കേരളത്തിന് പുറത്തും പ്രചരിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചില വാദങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. എല്ലാ വാദങ്ങളുടെയും കുന്തമുന എന്ന് പറയുന്നത് എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന വിധിയെ അസ്ഥിരപ്പെടുത്തുക എന്നതായിരുന്നു. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ കേസിന്റെ 2 ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ, അഭിപ്രായങ്ങൾ, രേഖകളെല്ലാം പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തില് 2025 ഡിസംബർ മാസം 19-ാം തീയതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് ആ വിധിയുടെ ഉള്ളറകളിലേക്ക്, ആ വിധിയെ കൂലങ്കുഷമായി, ആ വിധിയെ ശരിക്കും ഒന്ന് വിശകലനം ചെയ്താൽ ആ വിധി വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ഒന്ന്, ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ സെറ്റ് അസൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കാൻ ഉത്തരവായ സിംഗിൾ ബെഞ്ച് വിധി സെറ്റ് അസൈഡ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായത്തെ അവസാന വാചകം എന്ന് പറയുന്നത് 1974 പ്രാതിനിധ്യ വോട്ടവകാശം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഓർഡർ, ആ ഉത്തരവ് 2013 ഭേദഗതി ചെയ്യപ്പെട്ട കമ്പനി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പ്രായോഗികമാണോ, ഓപ്പറേറ്റീവ് ആണോ എന്നുകൂടി പരിശോധിക്കണം. അത് അങ്ങനെ പരിശോധിക്കാൻ പറഞ്ഞത് 2009 ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ കേരള ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്
3 മാസത്തിനുള്ളിൽ, അതായത് 2026 മാർച്ച് മാസം 19-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഈ പുതിയ കമ്പനി നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ ഈ ഓർഡർ, പ്രാതിനിധ്യ വോട്ടവകാശം എന്ന വിധി ഓർഡർ നിലനിൽക്കുമോ എന്ന് പരിശോധിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുക്കണം. ഈ റിപ്പോർട്ട് കൊടുക്കണം എന്ന വിധി ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇത് പ്രായോഗികമാണോ അല്ലയോ എന്ന് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അവർ പറഞ്ഞ ഔദ്യോഗിക നേതൃത്വം, ഉത്തരവാദപ്പെട്ട ഘടകം, ഉത്തരവാദിത്തപ്പെട്ടവരെ, അതോറിറ്റി, അവര് അത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ 18/2/2026 വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകും മുമ്പ്, ആ തീരുമാനം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ബോധ്യപ്പെടും മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. അവിടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2013 ഭേദഗതി ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനി നിയമം പശ്ചാത്തലത്തില് 1974 ഈ ഉത്തരവ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആ 2013 കമ്പനി നിയമം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ആ കമ്പനി നിയമത്തിലെ 464-ാം വകുപ്പ് ഇതുപോലെ ഒഴിവുകൾ, എക്സംഷൻ കൊടുക്കുന്ന ഒരു വകുപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമായി എക്സംഷൻ കൊടുക്കാൻ സാധിക്കില്ല. 1974 കേന്ദ്ര സർക്കാർ കൊടുത്ത എക്സംഷൻ SNDP യോഗം എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2013 നിയമ ഭേദഗതിയിൽ പറയുന്നത് ഒരു കമ്പനിക്ക് മാത്രമായിട്ട് പറ്റില്ല എന്നും, എന്നാൽ ഒരേ സ്വഭാവമുള്ള ഒരു ക്ലാസ്സിൽപ്പെട്ട കമ്പനികൾക്ക് മൊത്തത്തിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികൾക്ക് മൊത്തത്തിൽ പൊതുവായി ഇങ്ങനെ എക്സംഷൻ കൊടുക്കാൻ സാധിക്കും. ഇവിടെ SNDP യോഗം എന്ന് പറയുന്നത് ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. നോൺ ട്രേഡിംഗ് കമ്പനികൾക്കെല്ലാം കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നോൺ ട്രേഡിംഗ് കമ്പനികൾക്കും പൊതുവായി വേണമെങ്കിൽ എക്സംഷൻ കൊടുക്കാം. അതുപോലെ തന്നെ കമ്പനി നിയമത്തിന് കീഴിൽ നിധി കമ്പനികളുണ്ട്, അതൊരു ക്ലാസ്സാണ്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട്, അതൊരു ക്ലാസ്സാണ്. ഇതുപോലെ ഒരു ക്ലാസ്സിന് മൊത്തമായിട്ടല്ലാതെ ഒരു കമ്പനിക്ക് മാത്രമായി എക്സംഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി കമ്പനി നിയമ ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് നിയമോപദേശം കൊടുക്കുന്നവർക്കും അറിയാം, 2026 മാർച്ച് മാസം 19-ാം തീയതിക്കുള്ളിൽ ഒരു ഹിയറിംഗ് നടത്തി പരിശോധിക്കപ്പെട്ട് ഇത് പ്രായോഗികമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 2013 കമ്പനി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രായോഗികമല്ല, ഇത് നടപ്പിലാവില്ല. പ്രാതിനിധ്യ വോട്ടവകാശം ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴാണ് ഇതിനിടയ്ക്ക് കിട്ടിയ സന്ദർഭത്തിൽ, കിട്ടിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനം നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ തുനിഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രഹസനം നടത്താൻ തുനിഞ്ഞത് തന്നെ അതിന് കാരണക്കാരായവര് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഈ കേസ് കൊടുത്ത അവിടുത്തെ യൂണിയന്റെ സെക്രട്ടറി എന്ന് പറയുന്ന 2019 അദ്ദേഹത്തിന് കൊടുത്ത നിയമന ഉത്തരവിന്റെ പകർപ്പ് ഈ കേസിന്റെ ഭാഗമായി അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പനവേൽ ശാഖയിലെ അംഗമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വസ്തുതയിലേക്ക് നമ്മൾ പോകുന്നില്ല. 2019 യൂണിയൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു സുരേന്ദ്രൻ ഇപ്പോഴും സെക്രട്ടറി തന്നെയാണോ എന്നും നമുക്ക് സംശയമുണ്ട്. ഇതിനിടയിൽ രസകരമായ ഒരു കാര്യം, ഫെബ്രുവരി മാസം 10-ാം തീയതി 2026 ഫെബ്രുവരി മാസം 10-ാം തീയതി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന ബിനു സുരേന്ദ്രന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബോംബെ യൂണിയനിൽ നടക്കുന്ന അഴിമതി, അവിടെ നടക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനം, ഇതിനൊക്കെ മറുപടി നൽകണം, രേഖാമൂലം മറുപടി നൽകണം, വിശദമായി മറുപടി നൽകണം, ഇല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് കാണിച്ച് ഒരു കത്ത്, ഒരു ഷോക്കോസ് നോട്ടീസ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ബിനു സുരേന്ദ്രൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശിഖണ്ഡിയായി വന്ന ബിനു സുരേന്ദ്രന്റെ ക്രെഡിബിലിറ്റി എന്ത് മാത്രമുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഈ കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ അന്വേഷിച്ചു. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നതാണ്. എന്താണെങ്കിലും ശിഖണ്ഡികളെ മുന്നിൽ നിർത്തിയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രഹസന പോരാട്ടം ബഹുമാന്യനായ ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ്, ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം മുൻകൈയെടുത്ത് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്ത കേസിലൂടെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലെ നോമിനേഷൻ സ്വീകരിക്കുന്നത് റദ്ദാക്കപ്പെട്ടു. 24 മണിക്കൂർ തികയും മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വക്കീൽ ഫീസ് കൊടുത്ത് എറണാകുളത്ത് കേരള ഹൈക്കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പിറ്റേന്ന് തന്നെ അതിന് റിട്ട് അപ്പീൽ ഫയൽ ചെയ്തു. ആ റിട്ട് അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ആദ്യം വന്ന ബെഞ്ചിൽ അത് കേൾക്കാൻ തയ്യാറായില്ല. ഉച്ച കഴിഞ്ഞ് കേട്ട ബെഞ്ച് ഈ കേസ് നിങ്ങൾ ഈ പറയുന്ന റിട്ട് അപ്പീൽ പിൻവലിച്ചില്ലെങ്കിൽ എനിക്കിത് തള്ളിക്കളയേണ്ടി വരും, ഇതിനകത്ത് വസ്തുതയില്ല,
ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ റിട്ട് അപ്പീൽ പിൻവലിച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇതിന്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിലും 1974 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏത് തെരഞ്ഞെടുപ്പിനും പെർഫെക്റ്റ് ആയ, വാലിഡ് ആയ, കറന്റ് ആയ ഒരു വോട്ടർ പട്ടിക വേണം. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലൊക്കെ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ വോട്ടർ പട്ടിക പുതുക്കും. അത് കറന്റ് ആക്കാനാണ്, കാലികമാക്കണം. കാലികമായ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എടുത്ത വോട്ടർ പട്ടിക എന്ന് പറയുന്നത് 2021 വോട്ടർ പട്ടികയാണ്. അന്നത്തെ പ്രതിനിധികളുടെ ലിസ്റ്റാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തത്. 2026 പ്രതിനിധികളെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ഒപ്പുമില്ല, സീലും ഇല്ലാതെ ലെറ്റർ പാഡിലല്ലാതെ ഒരു സർക്കുലർ അയച്ചിരുന്നു. പാവപ്പെട്ട കുറെ ശാഖായോഗങ്ങൾ അതിന്റെ പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. യഥാർത്ഥത്തിൽ ഇവരെല്ലാം നാട്ടിൻപുറത്തിൽ ചൊല്ലുള്ളത് പോലെ പൊട്ടക്കണ്ണനെ മുള്ളിക്കുടിപ്പിക്കുന്നത് പോലെ മുഴുവൻ ശാഖകളെയും യൂണിയൻകാരെയും വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ആ സർക്കുലർ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ 2021 വോട്ടർ പട്ടിക വെച്ച് 2026 തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ കുൽസിത ശ്രമമാണ്. ആ കുശാഗ്ര ബുദ്ധിയാണ്, കുടില ബുദ്ധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഇതിന്റെ തുടർഭാഗങ്ങൾ ഉണ്ടാകും. അത് കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി, 1-2 എപ്പിസോഡുകൾ കൂടി ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടാകും. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ശ്രീനാരായണീയരായ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു രക്ഷകനായി അവതരിച്ച ആളാണെന്നാണ്. 1990-കളുടെ ഉത്തരാർത്ഥത്തില് SNDP യോഗവും അതുപോലെ തന്നെ നമ്മുടെ ഈ സമുദായവും സമൂഹവും ഒക്കെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം, ശിവഗിരിയിലെ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടെ ഉണ്ടായി. നമുക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്താനും കഴിയുന്ന ഒരു നേതൃത്വത്തിന്റെ അഭാവം ഉണ്ടായപ്പോൾ, നേതൃത്വം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നേതൃത്വം വേണ്ട പോലെ ഇടപെടാതിരുന്നത് കൊണ്ട് അന്ന് ഈ സമുദായത്തിനൊരു നേതാവുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്ന അന്തരീക്ഷത്തിലാണ്, സാഹചര്യത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആദ്യത്തെ ഒരു കാലഘട്ടം വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. കാരണം അന്ന് വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കാൻ ശ്രീ വിദ്യാസാഗർ സാറിനെ പോലെയുള്ളവരും അതുപോലെ ശാശ്വതികാൻ സ്വാമിയൊക്കെ തുടക്കത്തിലേ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ രക്ഷകൻ എന്ന വേഷത്തിൽ നിന്ന് മാറി ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷകനായി വന്ന വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ SNDP യോഗത്തിന്റെ അന്തകനായി മാറി എന്നത് 2-3 എപ്പിസോഡുകളിലായി രേഖകൾ സഹിതം തുടർന്നുള്ള എപ്പിസോഡുകൾ വിശദീകരിക്കുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.